വാർത്തകളിലേക്ക്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഇന്നും കസേരകളി. വിവാദങ്ങൾക്കിടെ ഡോക്ടർ റീന ജോലിക്കെത്തി. താൻ വന്നത് കോടതി ഉത്തരവ് പ്രകാരമെന്നും പങ്കെടുക്കേണ്ട നിർണായക യോഗങ്ങളിലേക്ക് തള്ളിക്കയറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഡോക്ടർ റീന പറഞ്ഞു. അതേസമയം റീനയുടെ കാര്യത്തിൽ നിയമോപദേശം തേടിയതായി മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിലെ ഡയറക്ടർ ഡോക്ടർ മീനാക്ഷി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പിലെ കസേരകളിക്ക് പിന്നാലെ പുറത്തിറക്കിയ പുതിയ സർക്കുലറും വിവാദമായി. ആരോഗ്യ പ്രവർത്തകർക്ക് ദീർഘ അവധി നൽകരുതെന്നാണ് നിർദ്ദേശം. DHSലെ കസേര തർക്കം രണ്ടാം ദിവസവും ഇന്ന് തുടരുകയാണ്. ഇന്ന് ഡോക്ടർ റീനയും ജോലിക്കായി എത്തി. അതിനൊപ്പം തന്നെ പുതിയ ഡയറക്ടറും അവിടെ ജോലിക്കായി ചുമതലകൾ നിർവഹിക്കാനും വേണ്ടി എത്തിയിട്ടുണ്ട്. പ്രധാനമായും ഡോക്ടർ റീന പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ട്രൈബ്യൂണലിന്റെ സ്റ്റേ പ്രകാരം, അതായത് അവരുടെ ഉത്തരവ് പ്രകാരം താൻ തന്നെയാണ് ഡയറക്ടർ എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് അപ്പുറത്തേക്ക് ഒരു സാങ്കേതിക തടസ്സമുണ്ടോ ആ നിയമനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേയിൽ ജോലിയിൽ തുടരുന്നതിന് വലിയ വേറെ എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. മാത്രമല്ല ഈ നിപ പ്രതിരോധത്തിലും ഒപ്പം അതുമായി ബന്ധപ്പെട്ട അതായത് ശബരിമല വിഷയത്തിലടക്കം തന്റെ ഭാഗത്ത് തെറ്റുകൾ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായത് കാരണമാണ് അതിൽ ചെറിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കാൻ കാരണമായത്. അതിൽ തന്റെ ഭാഗത്ത് തെറ്റില്ല എന്നും അത് കൃത്യമായ ഒരു സിസ്റ്റത്തിന്റെ ഒരു പിഴവാണ്, അല്ലെങ്കിൽ സിസ്റ്റത്തിലുണ്ടായ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പ്രകാരമാണ് മന്ത്രിയെ ഈ ഒരു നിപ ഫലം പോസിറ്റീവായ വിഷയം അറിയിക്കുന്നതിൽ ചെറിയൊരു കാലതാമസം ഉണ്ടായതെന്നായിരുന്നു ഡോക്ടർ റീന എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു PTS മുതൽ മിനിസ്റ്റർ വരെയുള്ള എല്ലാവരും ഒരേ മനസ്സോടെ ഐക്യത്തോടെ മുമ്പോട്ട് പോയാൽ മാത്രം വിജയിക്കുന്ന ഒരു വകുപ്പാണ്. നാളെ ഇതുവരെയുള്ള ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങളെല്ലാം തന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഭാവിയിലും അങ്ങനെ ഉണ്ടാവും. ഞാൻ മരിച്ചു പോകാം, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മരിച്ചു പോകാം, പക്ഷെ സിസ്റ്റം വിൽ കണ്ടിന്യൂ. അതാണ് എന്റെ അറിവ്. ഇതിനൊപ്പം തന്നെ വലിയ വിമർശനമായി ഉയർന്ന മറ്റൊരു വിഷയമായിരുന്നു ശബരിമല ഡ്യൂട്ടിക്ക് ഡോക്ടർമാരെ അയക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു ഉത്തരവടക്കം, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശമടക്കം മുന്നോട്ട് വെച്ചു എന്ന് പറയുന്നത്. പക്ഷേ അതിൽ പോലും പ്രധാനമായി പറയുന്നത് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല. അതിന് പകരം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ, അതായത് ഇതൊരു ആക്ഷൻ കമ്മിറ്റി അടക്കം രൂപീകരിക്കണം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഡോക്ടർ റീനയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിനൊപ്പം തന്നെ ഈ ഒരു പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്ത് ഒരു ഉന്നത സമിതി അല്ലെങ്കിൽ ഉന്നത അധികാരികളുടെ ഒരു യോഗം ചേരാൻ പോലും കഴിയാത്തത് ഒരു ആരോഗ്യരംഗത്തെ തകർച്ചയ്ക്കടക്കം കാരണമാകുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് അടക്കം പ്രതികരിക്കുകയും ചെയ്തത്. എന്തിനായാലും കസേര കളി ഇന്നും തുടരുകയാണ്. അത് തിങ്കളാഴ്ചയും തുടരുമോ എന്നാണ് ചോദ്യം നിലനിൽക്കുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജനറലുടെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ അപ്പീൽ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അതായത് അപ്പീൽ ഹൈക്കോടതിയിൽ സർക്കാർ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.